സച്ചിൻ, ഏറ്റവും സങ്കടകരമായ ഒരു രാത്രിക്ക് ഒടുവിലെത്തു നിൽക്കുന്ന പകൽ, അതിൻ്റെ അവശേഷിപ്പുകളാണ് നമുക്ക് ചുറ്റും കാണാനുള്ളത്. സച്ചിൻ നിൽക്കുന്നത് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ മുൻപിലാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ മൃതദേഹം ഏറ്റുവാങ്ങുമ്പോഴും ആ മനുഷ്യന്മാരുടെ കരച്ചിൽ നമ്മുടെയൊക്കെ ചങ്കുലയ്ക്കുകയാണ് സച്ചിൻ. 39 പേരുടെ ജീവൻ പൊലിഞ്ഞ 39 പേരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ 17 പേരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. അതിൽ ഒരു മൃതദേഹം മാത്രമാണ് നിലവിൽ തിരിച്ചറിയാനുള്ളത്. ബാക്കി 38 മൃതദേഹങ്ങളും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് ഇത്തരത്തിൽ ഒരു ദാരുണമായ സംഭവം തമിഴ്നാട് കരൂറിൽ നടന്നത്. അതിൽ പ്രധാനമായും വിജയ് എന്ന സിനിമാ നടനെ കാണാൻ വേണ്ടി നേരിൽ ഒരു നോക്ക് കാണാൻ വേണ്ടി ഒഴുകിയെത്തിയതായിരുന്നു ലക്ഷക്കണക്കിന് ആളുകൾ. അത്തരം ആളുകൾ തിക്കിലും തിരക്കിലും പെട്ടു. കനത്ത വെയിൽ കാരണം കുഴഞ്ഞു വീഴുന്നു. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ദാരുണമായ സംഭവമായിരുന്നു ഇന്നലെ വൈകിട്ട് 6:30-ക്ക് ശേഷം തമിഴ്നാട് കരൂറിൽ നടന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു ദുഃഖകരമായ കാഴ്ച ഇന്ന് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ബന്ധുക്കളെയും മക്കളെയും ഒക്കെ നഷ്ടപ്പെട്ടവരാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നമ്മളെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. വളരെ വേദന ജനിപ്പിക്കുന്ന കാഴ്ചകളാണ് തമിഴ്നാട്ടിലെ കരൂർ മെഡിക്കൽ കോളേജിന് മുന്നിലും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും ഒരു കുടുംബത്തിലെ 2 പേരും 3 പേരുമൊക്കെയാണ് നഷ്ടപ്പെട്ടത്. അവരുടെ മാതാപിതാക്കളൊക്കെ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഈ മൃതദേഹം ഏറ്റുവാങ്ങിയത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അടുത്ത മാസം കല്യാണമടക്കം ഉറപ്പിച്ചവരുടെ കല്യാണമടക്കം നടക്കാൻ വേണ്ട യുവാക്കളുണ്ടായിരുന്നു. അവരെ നഷ്ടപ്പെട്ട അമ്മ പൊട്ടിക്കരയുന്നു. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ദുഃഖകരമായ കാഴ്ച തമിഴ്നാട്ടിലെ കരൂറിൽ നിന്നും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ പ്രധാനമായും പറയേണ്ടത് വിജയ് എന്ന നടനെ തന്നെയാണ്. കാരണം ഇത്തരത്തിൽ റാലി സംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ ഒരു ജാഗ്രതാ നിർദ്ദേശം മുൻപ് തന്നെ തമിഴ്നാട് സർക്കാർ വിജയ്ക്കും അതേപോലെ തന്നെ വിജയുടെ രാഷ്ട്രീയ പാർട്ടിക്കും നൽകിയിരുന്നു. എന്നാൽ ഇതിനെയൊക്കെ മറികടന്നുകൊണ്ടാണ് ഇത്തരത്തിൽ റാലി സംഘടിപ്പിച്ചത്. ഈ റാലിയുടെ ഭാഗമായി വലിയ രീതിയിലുള്ള വീഴ്ച സംഭവിക്കുന്നു. അതിൽ ഇപ്പോൾ പൊലിഞ്ഞിരിക്കുന്നത് 39 പേരുടെ ജീവനാണ്. പ്രധാനമായും പിഞ്ചു കുഞ്ഞുങ്ങളടക്കമുള്ളവരുടെ ജീവൻ പൊലിഞ്ഞിരിക്കുകയാണ്. നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല, ഒരിക്കലും താങ്ങാൻ പറ്റില്ല. അത്രയും ദുഃഖകരമായ കാഴ്ച തന്നെയാണ് തമിഴ്നാട്ടിൽ ഇന്നലെ ഉണ്ടായിട്ടുള്ളത്. അതിനാൽ തന്നെ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഇന്നലെ വൈകിട്ടോടുകൂടെ തങ്ങളുടെ ഉറ്റ ബന്ധുക്കളെ നഷ്ടപ്പെട്ടവർ ഈ കരൂർ മെഡിക്കൽ കോളേജിന് മുന്നിൽ ഇങ്ങനെ വന്നിരിക്കുകയാണ്. ഭക്ഷണം പോലും കഴിക്കാതെ അതീവ ദുഃഖമായ രീതിയിൽ തന്നെയാണ് ഈ കാഴ്ചകൾ നമ്മളെ ഏറെ ദുഃഖിപ്പിക്കുന്നുണ്ട്. പ്രധാനമായും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 10,000-ഓളം പേർ പങ്കെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് റാലി സംഘടിപ്പിക്കുന്നു. ആ റാലിയിൽ ലക്ഷക്കണക്കിന് ആളുകൾ എത്തുന്നു. പിഞ്ചു കുഞ്ഞുങ്ങളെ അടക്കമെടുത്തുകൊണ്ട് വിജയെ കാണാൻ വേണ്ടി അമ്മമാരും അതേപോലെ തന്നെ യുവതികളടക്കം എത്തുന്നു. ഗർഭിണികളെത്തുന്നു, യുവാക്കളെത്തുന്നു, കുട്ടികളെത്തുന്നു. അവരൊക്കെ ഈ തിക്കിലും തിരക്കിലും പെട്ട് അതിദാരുണമായി അപകടത്തിൽ പരിക്കേൽക്കുന്നു. 39 പേര് മരണപ്പെടുന്നു. അത്തരത്തിൽ ഒരു ദുഃഖകരമായ സംഭവം ഇന്നലെ ഉണ്ടായി. 10,000 പേർ പങ്കെടുക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഇത്തരത്തിലൊരു പരിപാടിക്ക് പോലീസ് അനുമതി നൽകിയത്. എന്നാൽ ഇതൊക്കെ മറികടന്നുകൊണ്ട് സംഘാടകരുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള ഒരു പാകപ്പിഴ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ തെളിയിക്കുന്നതായിരുന്നു ഇന്നലത്തെ സംഭവം. ഇതിൻ്റെ ഭാഗമായി അല്പസമയം മുൻപ് പോലീസ് ഒരു റിലീസും ഇറക്കിയിരുന്നു. ഇത്തരത്തിൽ ഈ റാലിക്ക് അനുമതി നൽകിയത് 10,000-ഓളം പേർ മാത്രമേ പങ്കെടുക്കുകയുള്ളൂ. എന്നാൽ പോലും ഇവർ കുറച്ച് കൂടുതൽ ആളുകൾ എത്തുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് കൂടുതൽ ഉദ്യോഗസ്ഥരെ ഇതുമായി ബന്ധപ്പെട്ട് 350-ഓളം പോലീസുകാരെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുരക്ഷയ്ക്കായി ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇതിൽ താങ്ങാൻ പറ്റുന്ന, അതായത് ജനങ്ങളുടെ ഒരു ഒഴുക്ക് തന്നെയായിരുന്നു കരൂറിൽ ഉള്ളത്. അതായത് അതായത് റോഡിനിരുവശത്തും ജനങ്ങൾക്ക് നിൽക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണ്. നേരത്തെ വിനിഷ പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ രാത്രി എത്തിയപ്പോൾ അത് നേരിൽ കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിരുന്നു. കാരണം പടുകൂറ്റൻ ഫ്ലക്സ് ബോർഡുകൾ റോഡിനിരുവശത്തും വെച്ചു. അത്തരത്തിൽ ആളുകൾക്ക് പെട്ടെന്നൊരു അപകടം സംഭവിച്ചാൽ പുറത്തേക്ക് പോകാനുള്ള വഴികളിലടക്കം കൂറ്റൻ ഫ്ലക്സുകൾ സ്ഥാപിക്കുന്നു. ആംബുലൻസ്, അതായത് കുഴഞ്ഞു വീണവരെ രക്ഷിക്കാൻ വേണ്ടി ആംബുലൻസിന് പോലും എത്തിപ്പെടാൻ പറ്റാത്ത സാഹചര്യം. ജനങ്ങൾ അത്രയും തിങ്ങി നിറഞ്ഞ ഏരിയ. ഇന്നലെ രാവിലെ മുതൽ ജനങ്ങൾ വിജയെ കാണാൻ വേണ്ടി കരൂറിലെ
എത്തുന്നു. എന്നാൽ പോലും വിജയ് എത്തുന്നത് വൈകിട്ട് 6:30യോടുകൂടിയാണ്. അത്രയും സമയം പൊരിവെയിലത്ത് സ്ത്രീകളും കുട്ടികളടക്കം അവിടെ നിൽക്കുന്നു. അതിനാൽ തന്നെ ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ട് കുഴഞ്ഞു വീഴുന്നു. അപ്പോൾ കുടിക്കാൻ പോലും ഒരു വെള്ളം കിട്ടാത്ത അവസ്ഥ. അത്തരത്തിൽ ദാരുണമായ ലോകത്തെ ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ് കരൂരിൽ നടന്നിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായി തമിഴ്നാട് സർക്കാർ കൃത്യമായ രീതിയിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെ അന്വേഷണമടക്കം ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകുമെന്ന കാര്യം തമിഴ്നാട് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം ഇതിൽ കുറ്റക്കാരായ ആരും രക്ഷപ്പെടില്ല എന്നാണ് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഇന്നലെ ചെന്നൈയിൽ അടിയന്തര യോഗം ചേർന്ന് തീരുമാനമെടുത്തത്. അതിനുശേഷം ഇന്ന് പുലർച്ചെ 4 മണിയോടുകൂടെ MK സ്റ്റാലിൻ കരൂർ മെഡിക്കൽ കോളേജ് സന്ദർശിക്കുകയും അപകടത്തിൽ പരിക്കേറ്റവരെ കാണുകയും ചെയ്തു. അത്തരത്തിൽ കൃത്യമായ രീതിയിൽ നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി MK സ്റ്റാലിനും പറഞ്ഞു. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ നിരവധി അമ്മമാരും അടക്കം തങ്ങളുടെ ബന്ധുക്കളെയൊക്കെ കാണാൻ വേണ്ടി ഇവിടെ നിൽക്കുന്നുണ്ട്.